മേയറോട് ചോദിക്കാം. ബ്രോട്ട് യു ബൈ ഹമാര ചോയ്സ്, വിസ്മയ ഒപ്റ്റിക്കൽസ്, മണക്കാട് ആൻഡ് ശാസ്തമംഗലം, പാർത്താസ് ആൻഡ് ഗുഡ് മോർണിംഗ് സ്റ്റോർ, സാഫല്യം, ട്രിവാൻഡ്രം. മേയറോട് ചോദിക്കാം ഫോണിൻ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം പതിവ് പോലെ തന്നെ തിരുവനന്തപുരം മേയർ അഡ്വക്കേറ്റ് വി രാജേഷ് ഉണ്ട്. സ്വാഗതം സർ. സർ, നമുക്ക് വളരെ വേഗത്തിൽ കടക്കാം. വളരെ തിരക്കുള്ള സമയമാണ്. എന്റെ ആദ്യത്തെ ഒരു ചോദ്യം, പ്രശ്നമാണിത്. ഇത് ഒരുപാട് കംപ്ലൈന്റ് വരുന്നുണ്ട്. ഇത് യൂസ്ലെസ് ആണ്. ഇതിന്റെ ആവശ്യമില്ല. യൂസ്ലെസ് ആണെന്ന് പബ്ലിക്കിനെയും മാധ്യമങ്ങളെയും ബോധ്യപ്പെടുത്തണം. അല്ലെങ്കിൽ പുതിയ ഭരണസമിതി വന്ന് പഴയതിനെ എടുത്തു കളഞ്ഞു. മേയർ, അതുപോലെ നമ്മൾ ഈ പാളയത്തെ വിഷയം സംസാരിച്ച പോലെ തന്നെയാണ് ഈ മ്യൂസിയത്തെ വിഷയം. നമ്മുടെ അടുത്തുള്ള കടകളാണ്. അവിടെയും പോകാനുള്ള സാഹചര്യം എന്തായിരുന്നു ഉണ്ടായത്? അവിടെ പോകാനുള്ള പ്രത്യേകിച്ച് സാഹചര്യം നോക്കിയാൽ അറിയാം. അവിടെ കോടിക്കണക്കിന് രൂപ സ്മാർട്ട് സിറ്റിയുടെ പേരിൽ ചിലവഴിച്ചിട്ടുണ്ട്. ഒരു കട അങ്ങോട്ടും തിരിച്ചിരിക്കുന്നു, അങ്ങോട്ട് നോക്കിയിട്ട് വേറൊരു കട ഇപ്പുറത്തിരിപ്പുണ്ട്. ജനങ്ങൾ നടന്നു പോകുന്ന ഭാഗത്ത് വരുന്ന കടയുടെ പിൻഭാഗമാണ്. അവിടെ ഷട്ടറും ഇല്ല, ഡോറും ഇല്ല, ഗേറ്റും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ആൾക്കാർ പണ്ട് നമ്മൾ ഈ പൂമ്പാറ്റയിലൊക്കെ വഴി കണ്ടുപിടിക്കുക എന്നൊക്കെ ഉള്ളത് കണ്ടിട്ടുണ്ടല്ലോ. അതുപോലെ ഈ വഴി കണ്ടുപിടിക്കുക എന്നുള്ള രീതിയിൽ കളിച്ച് വേണം കടയ്ക്കകത്ത് കയറി വളരെ വലിയ പരിശ്രമം നടത്തിയാലേ ഒരു മുട്ടായിയോ നാരങ്ങളോ കുടിക്കാൻ സാധിക്കുള്ളൂ. ഇങ്ങനെയുള്ള കോടിക്കണക്കിന് രൂപ സർക്കാരിൻ്റെ പണം മുടക്കിയിട്ട് തിരുവനന്തപുരത്തെ കണ്ണായ സ്ഥലത്ത്, മ്യൂസിയം പോലുള്ള സ്ഥലത്തിലപ്പുറം, മ്യൂസിയം പാളയം പോലുള്ള സ്ഥലങ്ങളിൽ ഇനി ഒരിക്കലും കിട്ടുകയില്ല. അങ്ങനെയുള്ള സ്ഥലത്ത് ഇത്രയും കോടി രൂപ മുടക്കി ഇത്രയും കട 24-34 കട കെട്ടിയിട്ടിട്ട് 3 വർഷം 4 വർഷമായിട്ട് ഒരാൾ ആ കട എടുത്തിട്ടില്ല. അവിടെ ആകെ ഒരു പാവപ്പെട്ട ചേട്ടനാണ് വീട്ടിലിരിക്കാൻ ബോറടിക്കുന്നതുകൊണ്ട് ആ കടയിൽ വന്നിരിക്കുന്നത്. നാരങ്ങൾ അവിടെ ഇന്നും ആരും ഒരു നാരങ്ങളും വാങ്ങിച്ചു കുടിച്ചിട്ടില്ല. കോർപ്പറേഷന് 10 പൈസ കിട്ടിയില്ല, ഇവർക്ക് 10 പൈസ കിട്ടിയില്ല. ഇങ്ങനെ കിടക്കുന്നത് കണ്ട സ്ഥലവും കൂടെ മെനക്കെടുത്തുനിന്ന് കണ്ടിട്ട് ആൾക്കാരുടെ ഭാഗത്തുനിന്ന് കംപ്ലൈൻ്റ് ഉണ്ട്. ഞങ്ങൾക്കും അത് വളരെ വേസ്റ്റേജ് ഓഫ് മണി ആണെന്ന് തോന്നി. അങ്ങനെ അവർ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് കരുതി ഇത് നിർമ്മിച്ച എഞ്ചിനീയർമാരെ കൊണ്ടാണ് അവിടെ പോയത്. അവരോട് തന്നെ പറഞ്ഞു, നിങ്ങൾ ഓൾട്ടർനേറ്റീവ് 2-3 പ്ലാൻ വരച്ചിട്ട് വന്നിട്ട് നിങ്ങൾ തന്നെ പരിഹാരം കണ്ടെത്തണം, ഞങ്ങൾ സഹായിക്കാം. അങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവിടെ പോയി നോക്കിയാൽ ജനങ്ങൾ എന്നും വിളിച്ച് കംപ്ലൈൻറ്റ് പറയുക. അപ്പോൾ ഇങ്ങനെയുള്ള ഞങ്ങൾ കാണുന്നൊരു വിഷയം തന്നെയാണ് ഇക്കാര്യങ്ങൾ റെക്ടിഫൈ ചെയ്യാനുള്ള പരിശ്രമം നടത്തുകയാണ് ഞങ്ങൾ. അപ്പൊ അത് അങ്ങനെ വീണ്ടും പൊളിച്ച് കെട്ടാനാണ് പരിപാടി? എങ്ങനെയാണ് എന്തെങ്കിലും ഒരു? അതിപ്പം ഞാൻ പറഞ്ഞത് അശാസ്ത്രീയമായി. കാരണം ഞാൻ ആർക്കിടെക്റ്റോ എഞ്ചിനീയറോ ഒന്നുമല്ല. ഇത് ചെയ്ത വിദഗ്ധരോട്, അന്ന് വിദഗ്ധരെന്ന് അവകാശപ്പെട്ടാണ് അവരൊക്കെ കൂടെ വന്നത്, അവരോട് തന്നെ പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ 2-3 പ്ലാൻ കൊണ്ടുവരാൻ വേണ്ടി. ആ പ്ലാൻ തൃപ്തികരമല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ വേറെ ആൾക്കാരെ നിയോഗിച്ച് കൃത്യമായിട്ട് പ്ലാൻ കൊണ്ടുവന്നതിന് ശേഷം എന്താ ചെയ്യാൻ പറ്റും നോക്കാം. എന്തായാലും ഒരു പുനർജീവനം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അതിനൊരു പരിശ്രമമാണ്. ഇത്രയും നല്ല കണ്ണായ സ്ഥലത്ത് ഒന്നിൽ ആ സ്ഥലം ഒന്നും കെട്ടാതെ ഇട്ടിട്ട് അതങ്ങ് വാക്കിങ്ങിനും എല്ലാം കൊടുക്കണം. അല്ല, കട കെട്ടിക്കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഇഷ്ടം ഒരുപാട് ഫ്ലോട്ടിംഗ് പോപ്പുലേഷനുള്ള സ്ഥലമില്ലേ. ടൂറിസ്റ്റുകളൊക്കെ തന്നെ 100 കണക്കിന് ആൾക്കാർ വന്ന് ഇറങ്ങുന്നു, ബസ് പാർക്ക് ചെയ്യുന്നു, തൊട്ടടുത്ത് പോലീസ് സ്റ്റേഷനുണ്ട്. അപ്പോൾ എന്ത് കച്ചവടം നടത്തിയാലും അവിടെ ബിസിനസ് നടത്തുന്ന ജനങ്ങൾക്കും ഗുണപ്പെടും, കുറേ ആൾക്കാർക്ക് ജീവിച്ചു പോവാം. അല്ല, ഇപ്പൊ ഈ പാർക്കിങ്ങിന് വിഷയം പറഞ്ഞപ്പോൾ ഞാൻ അവിടുത്തെ ഒരു കടക്കാരനോട് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഈ ബസ്സുകളൊന്നും അവരകത്തോട്ട് കടത്തി വിടുന്നില്ല. അപ്പൊ ബസ് വിടാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഏതാണ്ട് ബിസിനസിന്റെ ഒരു പകുതിയോളം പോയി സാറേ എന്ന ആ ഒരു പരാതി കൊണ്ട് പറയുന്നു. പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളതൊക്കെ തന്നെ വ്യക്തിപരമാണ്. ഒരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനമെടുക്കുന്ന ഘടകത്തിലുള്ള ആർക്കെങ്കിലും ഉണ്ടാകുന്ന ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു ലാഭം, ഇതിനായിരിക്കും പ്രയോറിറ്റി കൊടുത്തത് പലപ്പോഴും. എല്ലാ തീരുമാനങ്ങളും അങ്ങനെയാണെന്ന് പറയുന്നില്ല. അതുകൊണ്ട് ഉണ്ടാകുന്ന നഷ്ടം സമൂഹത്തിന് മൊത്തത്തിലാണ്. അപ്പോൾ ഒരു വലിയ ക്യാൻവാസിൽ ചിന്തിക്കുന്നതിന് പകരം ഞാൻ എൻ്റെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ എൻ്റെ സ്വപ്നം അത് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഞാൻ ഗവൺമെൻറ് തീരുമാനങ്ങൾ എടുക്കുന്നു. ഇതാണ് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ അപകടങ്ങളിലൊക്കെ. ഇത് ഞങ്ങൾ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു കോൾ പോകാം സാർ. ഹലോ, മേയറോട് ചോദിക്കാൻ പ്രോഗ്രാമിൽ നിന്നാണേ. ഒന്ന് ഹോൾഡ് ചെയ്യണം. കൊടുക്കാം. മേയറോട് സംസാരിച്ചോളൂ. നമസ്കാരം, പറഞ്ഞോളൂ. ഞാൻ പൊന്നേരിനകത്തുനിന്നാണ് വിളിക്കുന്നത്. സ്ട്രീറ്റ് ലൈറ്റ് പുല്ലുനഗറിൽ പുതിയ ലൈൻ വലിക്കാനായിട്ടുണ്ടായതെങ്കിലും പുതിയ ലൈൻ വലിക്കാനുണ്ടോ? ഉള്ളത് കത്താത്താണോ? അവിടെ ഉണ്ടല്ലോ. ഉള്ളത് തന്നെയാണ്. സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ല ഇവിടെ. ഇപ്പോ റോഡ് പണി ശരിയായി കേട്ടോ. അത് പുല്ലുനഗറിൽ കംപ്ലീറ്റ്. ഞാൻ വന്നല്ലോ അന്ന്. ഞാനന്ന് വന്ന് നോക്കി.
ഞാൻ വന്നിരുന്നു. അവിടെ കോൺക്രീറ്റ് അല്ലേ ചെയ്തത്? അല്ല, നമുക്ക് ഇന്റർലോക്ക് കിട്ടും. ഇന്റർലോക്ക് ഇട്ട് ഞാൻ അവിടെ പണി തുടങ്ങിയ ദിവസം വന്നിരുന്നു. എന്തായാലും അത് ഈ മഴയ്ക്കും വെട്ടി അതെ. അങ്ങനെ സ്പെഷ്യൽ ഡാൻസ്. അതെ. ഇത് അറിയാമോ, അവിടെ നമ്മുടെ മുന്നിലെ ആ ഷാജീരി ചിങ്ങിയുടെ വീട്, അറിയാം. അവിടെ പാമ്പിനെ കെട്ടും. അതുകൊണ്ടൊരു പേടി. ഞാൻ ഇന്ന് രാത്രി തന്നെ നോക്കാം. അവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലെങ്കിൽ ആ ഭാഗത്തിട്ട് ആൾ ഏർപ്പാട് ചെയ്യാം. ഞാൻ നോക്കാം. എന്താ അവിടെ അവിടെ താഴെ കലാഗ്രാമത്തിൽ ഇന്ന് രാവിലെ പണി തുടങ്ങിയിട്ടുണ്ട്. താഴെ ഞാൻ നോക്കാം. ഇത് നോക്കാം. അല്ല, സ്ട്രീറ്റ് ലൈറ്റ് അല്ല, റോഡിന്റെ പണി. ഇത് ഞാനിന്ന് നോക്കാം. ഇന്ന് രാത്രി തന്നെ നോക്കാം. ശരി. ഓക്കെ. അറിയാം. എനിക്കറിയാം. ഞാൻ ആ ടൈൽസിന്റെ വർക്കേ നടക്കുമ്പോഴേക്കും തുടങ്ങുന്ന ദിവസം ഞാനവിടെ വന്നിരുന്നു. ശരി. ഓക്കെ. ഇന്റർലോക്ക് ഇടുന്നതിന്റെ അന്ന് ഞാൻ വന്നിരുന്നു. ഓക്കെ. ശരി. ഓക്കെ, താങ്ക് യു. വേറെ നമ്മുടെ ഇപ്പോൾ വെള്ളക്കെട്ടിനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ആ വെള്ളക്കെട്ടിന് ഇപ്പോൾ നമ്മുടെ നിലവിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതായത് കോർപ്പറേഷന് ചെയ്യാൻ സാധിക്കുന്നത്, കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലുള്ള കുറേ വാർഡുകളുണ്ട്. അതെല്ലാം ഞങ്ങൾ 100 വാർഡിലും ഫണ്ട് കൊടുത്ത് അവിടുത്തെ മണ്ണും മാലിന്യങ്ങളും പരമാവധി മാറ്റിയിട്ടുണ്ട്. ചില വാർഡുകൾക്ക് 1 ലക്ഷം തികയില്ല എന്ന് പറഞ്ഞ വാർഡിൻ്റെ വലിപ്പം കണക്കാക്കിയിട്ട് കൂടുതൽ പണം കൊടുത്തിട്ടുണ്ട്. ഓരിയ മണ്ണ് ഓടയുടെ കരയിലേ വയ്ക്കരുത്, അപ്പോൾ തന്നെ മാറ്റണമെന്ന് പറഞ്ഞിട്ട് അതിനെ മാറ്റിയിട്ടുമുണ്ട്. ഇനി ഇവിടുത്തെ മേജർ പ്രശ്നം വലിയ കുറേ തോടുകളും ആറുകളും ഉണ്ട്. അത് ആമേഴഞ്ചാൻ തോട്, പാർവതി മുത്തനാറൊക്കെ, അത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉടമസ്ഥയിലാണ്. അതിൽ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി കോർപ്പറേഷൻ അധികാരമില്ല. പിന്നെ വർഷങ്ങളായി 10-15 വർഷമായി ഒലിച്ചു വരുന്ന മണ്ണ് കെട്ടിക്കിടക്കുകയാണ്. ഞങ്ങളിപ്പോൾ പഴവങ്ങാടി തകരപ്പറമ്പ് ഭാഗത്ത് വെള്ളം കയറാതിരിക്കാൻ വേണ്ടി ഞങ്ങളത് മാറ്റി. 150 ലോഡ് മണ്ണ് ഞങ്ങൾ മാറ്റി. 150-200 ലോഡ് മണ്ണ് വരെ ഞങ്ങൾ മാറ്റി. പക്ഷേ 10-15 വർഷം കൊണ്ട് കിടക്കുന്നത് ഒരുപാടുണ്ട്. ഇത് ഒരു 7 ഡിപ്പാർട്ട്മെന്റ് വേസ്റ്റ് മോഡിലുണ്ടായിരുന്ന വേസ്റ്റ് മുഴുവൻ ഞങ്ങളല്ല, അത് കോർപ്പറേഷൻ ഉത്തരവാദിത്തം ഞങ്ങൾ മാറ്റിയത് ഉണക്കിയിട്ട് അത് പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ ഉള്ള തന്നെ സെഗ്രിഗേറ്റ് ചെയ്ത് ഞങ്ങൾ കയറ്റി വെച്ചിട്ടുണ്ട്. അത് ഒരു ആദ്യത്തെ ഘട്ടം അത് തന്നെയാണ് ജോലി. അതിനുശേഷം നോക്കിയപ്പോൾ ഈ മണ്ണുൾപ്പെടെ ഞങ്ങൾ കുറവ് 150-200 ലോഡ് മണ്ണ് കോർപ്പറേഷൻ മാത്രം മാറ്റി. ലക്ഷക്കണക്കിന് ഞങ്ങൾ അവിടെ ചിലവാക്കി, അവിടെയും ഈ ജോയി മരണപ്പെട്ട സ്ഥലത്തും. പക്ഷേ ഇത് 5-6 ഡിപ്പാർട്ട്മെന്റ്, PWD, KRFB, NHAI, PWD, NHAI, മൈനർ ഇറിഗേഷൻ, മേജർ ഇറിഗേഷൻ, ഇൻലാൻഡ് നാവിഗേഷൻ, ഇവർക്കൊക്കെ ഇതിൽ ചേർന്നാണ് പലരുടെയും പ്രോപ്പർട്ടിയാണിത്. ഇതിൽ മണ്ണ് മാറ്റാൻ പോലും ആ ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതി ഞങ്ങൾക്ക് വേണം. ആ അനുമതി കാത്ത് തന്നെ 20 ദിവസം കാത്തിരിക്കണം. അപ്പോൾ ഈ റെയിൽവേക്ക് തന്നെ ഒരുപാടുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റും അവരവരുടെ ജോലികൾ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളപ്പൊക്കത്തിന് ഒരു പ്രശ്നം വരികയില്ല. ഇത് കോർപ്പറേഷൻ മാത്രമാണ് ഇത് ചെയ്യുന്നതും കോർപ്പറേഷൻ ഓടയിലല്ല, മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളുടെ ഒക്കെ ഓടയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പണം കൊണ്ട് 8-10 ഡിപ്പാർട്ട്മെന്റുകൾ ചെയ്യേണ്ട ജോലി ഒരു കോർപ്പറേഷൻ മാത്രം കൊണ്ട് ഒരിക്കലും ചെയ്ത് തീരുകയില്ല. കോർപ്പറേഷൻ ഞങ്ങളുടെ 100 വാർഡുകളിലും കൗൺസിലർമാർ നേരിട്ട് നിന്ന് മോണിറ്റർ ചെയ്യുകയാണ്. ഞാൻ പല വാർഡുകളിലും പോയിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് തന്നെ ഇപ്പോൾ വാർഡുകളിലൊന്നും വെള്ളം കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു വാർഡുകളിൽ നിന്നും ഇന്റീരിയർ ഏരിയ ഒരിടത്തുനിന്നും, ഒരു ഗ്രാമീണ വാർഡുകളിൽ നിന്നോ, ഇപ്പോൾ ശാസ്തമംഗലം, ജഗതി, ഇവിടെ ഒന്നും പ്രശ്നം വന്നിട്ടില്ല. പ്രശ്നം വന്നത് തകരപ്പറമ്പ്, പഴവങ്ങാടി, അങ്ങനെയുള്ള അവിടെ പാർവതി പുത്തനാറോ ആമേഴഞ്ചാന്തോ കോർപ്പറേഷൻ ഉടമസ്ഥകളില്ല. ഞങ്ങൾക്കൊരു സ്ലാബ് ഇടാനോ ഞങ്ങൾക്ക് 6-ന്റെ ഒന്ന് ഗതി മാറ്റി വിടാനോ ഒന്നും തന്നെ ഞങ്ങൾക്ക് സാധിക്കില്ല. ഇതിൻ്റെ മുകളിലിട്ടിരിക്കുന്ന പാലം പല സ്ലാബുകൾ ഇളക്കിയിട്ട് അടി ക്ലീൻ ചെയ്യണം. അത് ക്ലീൻ ചെയ്യണമെങ്കിൽ മൈനർ ഇറിഗേഷനോ മേജർ ഇറിഗേഷനോ ചേർത്താലേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ജില്ലാ കളക്ടർ ഗവൺമെൻറ് ഇടപെട്ടിട്ട് ഒരു കൃത്യമായിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും കീഴിലുള്ള തോടുകൾ ഏതാണ്, ആറുകൾ ഏതാണ്, അതിൽ ഇവിടം മുതൽ ഇവിടം വരെ അവർ തന്നെ വൃത്തിയാക്കണമെന്ന് കൃത്യമായിട്ട് നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കും. ഞാനൊരു സജഷൻ പറയട്ടെ. ഈ പറയുന്ന ഇപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ പ്രശ്നം പറയുന്നുണ്ട്. ഇപ്പോൾ വെള്ളത്തിൻ്റെ പ്രശ്നം പറയുമ്പോഴത്തേക്ക് വാട്ടർ അതോറിറ്റിയാണ് കൈകാര്യം ചെയ്യുന്നത്. ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഓരോ ഉദ്യോഗസ്ഥന്മാരെ ഈ നഗരസഭയിൽ ഇരുത്തിക്കൂടെ എന്നുള്ളതാണ് സർക്കാരിന്റെ ഭാഗത്തൊരു അങ്ങനെ ഒരു നീക്കം വന്നാൽ നന്നായിരിക്കില്ല. അല്ല, അവരവിടെ ഇരിക്കും, അവരവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്നിട്ട് അവർ പോകും. ഞാൻ ഇവിടുത്തെ ഒരു പെട്ടെന്ന് KSEB, വാട്ടർ അതോറിറ്റി, താങ്കൾ പറയുന്ന ആശയം നല്ലതാണ്. പക്ഷെ അവർ വിചാരിച്ചാൽ എത്രത്തോളം സിസ്റ്റം ചലിപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ്. സിസ്റ്റം താഴോട്ട് പലപ്പോഴും ചലിക്കുന്നില്ല. പല കാര്യങ്ങളുടെയും പെർമിഷൻ കിട്ടാൻ വേണ്ടി മാസങ്ങളും ആഴ്ചകളും കാത്തിരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇതിൽ സാധ്യമാകുന്നത് കളക്ടർ അധ്യക്ഷനായിട്ടുള്ള അങ്ങ് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നെല്ലാം കൂടി പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ ചേർത്തുകൊണ്ട് കളക്ടർ അധ്യക്ഷനായിട്ടുള്ള ഒരു ടീം ഉണ്ടാവണം. ആ ടീം കൃത്യമായ ഇടവേളകളിൽ കുടിവെള്ള പ്രശ്നമുള്ളപ്പോഴാണെങ്കിൽ 2-3 ദിവസത്തിലൊരിക്കൽ, വെള്ളക്കെട്ട് മഴ വന്നു കഴിഞ്ഞാൽ 2-3 ദിവസത്തിലൊരിക്കൽ ഓൺലൈൻ മീറ്റിങ്ങുകൾ നടത്തണം.
ഒരു അരമണിക്കൂർ ഓൺലൈൻ മീറ്റിംഗ് നടത്തി കഴിഞ്ഞാൽ കളക്ടർക്ക് ഇവർക്ക് നിർദ്ദേശം കൊടുക്കാൻ സാധിക്കും, കളക്ടർക്ക് ഫണ്ട് പോലും വധിക്കാൻ സാധിക്കും. അവിടെ കോർപ്പറേഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാം. ഞങ്ങളുടെ സെക്രട്ടറിയോ ഞങ്ങളുടെ മേയറൊക്കെ തന്നെ അതിൽ പങ്കെടുത്തിട്ട് ആ രീതിയിൽ ഒരു മോണിറ്ററിങ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങൾ ഗെറ്റ് ഓറിയൻ ചെയ്ത് സാധിക്കും. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അദ്ദേഹം സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അടുത്ത ദിവസം തന്നെ ഞങ്ങൾ കണ്ടപ്പോഴേക്കും ഞാൻ ആദ്യം പറഞ്ഞത് കുടിവെള്ള പ്രശ്നവും വെള്ളക്കെട്ടും പരിഹരിക്കുവാൻ വേണ്ടി സംസ്ഥാന തലസ്ഥാനം എന്നുള്ളതൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഇടപെടൽ ആവശ്യം. കാരണം ഇത്രയും ഡിപ്പാർട്ട്മെന്റ് കോർഡിനേറ്ററിനെയും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മീറ്റിംഗ് വിളിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ. എന്നിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യും? അതിനുശേഷം ഒരു 13 കിലോമീറ്റർ ഒറ്റയുള്ള ആമേഴിഞ്ഞതോട് ഇവിടെ ഗംഗയും യമുനയും വൃത്തിയാക്കിയിരിക്കുന്നു. പിന്നെയാണോ നമ്മൾ ഇതിലുള്ള മാലിന്യം മാറ്റി ഇതിൻ്റെ അടിഞ്ഞുകൂടിയ മണ്ണെല്ലാം മാറ്റിയതിന് ശേഷം റീറ്റൈനിങ് വാൾ കെട്ടി അതിൻ്റെ മുകളിൽ സ്ലാബ് ഇട്ട് കഴിഞ്ഞാൽ ആ സ്ലാബിൽ ക്ലാമ്പ് ഇടണം. എന്നിട്ട് നമുക്ക് ക്ലീൻ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ JCB വെച്ചിട്ട് നമുക്ക് സ്ലാബ് ഉയർത്തിയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കും. ഈ സ്ലാബിന് കടകളും കൊടുക്കാൻ സാധിക്കും. സ്ലാബിന് മുകളിൽ നമുക്ക് നടപ്പാതകളാക്കാം, സൈക്കിൾ പാതയാക്കാം, അതുപോലെ തന്നെ കടകൾ കൊടുത്തിട്ട് ഫുഡ് സ്ട്രീറ്റ് ആക്കി മാറ്റാം. അതിൻ്റെ ചുറ്റും നമുക്ക് ചെടികൾ നട്ടിട്ട് ആൾക്കാർക്ക് നടക്കുവാനും വിശ്രമിക്കുവാനുള്ള കേന്ദ്രങ്ങൾ ഒരുക്കാം. അപ്പോൾ ഈ 6ന്റെ മുകളിൽ മുഴുവൻ നമുക്ക് അങ്ങനെ ആക്കി മാറ്റാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ സ്ലാബ് ഇടുന്ന ഒഴിവാക്കിക്കൊണ്ട് 6നെ ശുദ്ധീകരിച്ചിട്ട് പഴയതുപോലെ തെളിനീര് ഒഴുകുന്ന നദിയാക്കി മാറ്റാൻ സാധിക്കും. ഇതിൽ ഏതെങ്കിലും ഒരു പക്ഷേ അങ്ങനെ വരുമ്പോഴേക്കും ആൾക്കാർ മാലിന്യം വലിച്ചെറിയായിരിക്കുമല്ല ക്യാമറയും നിരീക്ഷണമൊക്കെ വേണം. മുഖ്യമന്ത്രിക്ക് നിർദ്ദേശം അല്ല, മുഖ്യമന്ത്രിയോട് നിർദ്ദേശം കൊടുക്കാൻ കണക്കിനുള്ള സമയം ഒന്നും കിട്ടിയില്ല. അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് നഗരസഭ അഭ്യർത്ഥിച്ചു. ഞാനൊന്ന് ഈ 2-3 പോയിന്റുകൾ മെൻഷൻ ചെയ്തു. അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചത്. അപ്പോൾ അടുത്ത തവണ മുഖ്യമന്ത്രിയെ കാണുമ്പോഴേക്കും ഞങ്ങളിത് കൃത്യമായിട്ടൊരു മെമ്മോറാണ്ടം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നുള്ള 2 മന്ത്രിമാരുണ്ട്. ഞാൻ 2 പേരോട് സംസാരിച്ചു. ഇപ്പോൾ മണ്ഡലത്തിൽ K മുരളീധരൻ മന്ത്രിയോടും അതോടൊപ്പം തന്നെ CP ജോൺ മിനിസ്റ്ററോട് തിരുവനന്തപുരത്തെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലുള്ള 6 ഒഴുകുന്നു. അദ്ദേഹം വളരെ താല്പര്യത്തിലാണ്. അപ്പോൾ നമുക്ക് ഈ പ്രശ്നം എല്ലാവരും V മുരളീധരൻജിയോടും രാജീവ് ചന്ദ്രശേഖർജിയോടും സംസാരിച്ചിട്ടുണ്ട്. കാരണം അവരൊക്കെ ചേർന്നാണല്ലോ കോർപ്പറേഷൻ. അപ്പോൾ എല്ലാവരും കൂടെ ആവശ്യമാണെങ്കിൽ ചിലപ്പോൾ കേന്ദ്ര ഫണ്ട് വേണ്ടി വരും. എല്ലാവരും കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഈ പ്രശ്നം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പരിഹരിക്കാനുള്ള പരിശ്രമം ഞങ്ങൾ നടത്തുന്നുണ്ട്.